ഹലോ എവരിവൺ, വെൽക്കം ടു സഹഹാരി റൈസ് പ്ലസ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഡയറ്ററി ഫൈബേഴ്സിനെ പറ്റിയാണ് കേട്ടോ. അപ്പം ഡയറ്ററി ഫൈബേഴ്സ് നമുക്ക് അധികം അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൊരു സെക്ഷനല്ല, ബട്ട് നമുക്ക് എന്താണ് ചോദിക്കാൻ ചാൻസും ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ വല്ലോ ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു സെക്ഷനാണ്. അപ്പോൾ ഡയറ്ററി ഫൈബേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ സിംപ്ലി ഫൈബേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് അവർ എന്താണ് ഡയറ്ററി ഫൈബേഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കാനുണ്ട്, അവരുടെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാനുണ്ട്, പ്രോപ്പർട്ടീസ്, അതുപോലെ അവരുടെ ഫങ്ഷൻസ്. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഡയറ്ററി ഫൈബേഴ്സിൽ നോക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡയറ്ററി ഫൈബേഴ്സ് എന്താണെന്ന് നോക്കുന്നുണ്ട്, അവരുടെ ക്ലാസിഫിക്കേഷൻ, ജനറൽ ക്ലാസിഫിക്കേഷൻ നോക്കുന്നുണ്ട്, പിന്നെ നമുക്ക് ഡെയിലി എത്ര എമൗണ്ടിൽ ഡയറ്ററി ഫൈബേഴ്സ് ആവശ്യമാണ് എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നുണ്ട്, ആൻഡ് ദെയർ ഫങ്ഷൻസ്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം ആദ്യം നമുക്ക് എന്താണ് ഡയറ്ററി ഫൈബേഴ്സ് എന്ന് നോക്കാം. സോ ഡയറ്ററി ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഫുഡിൻ്റെ, അതായത് മെയിനായിട്ടും പ്ലാന്റ് ഫുഡ്സിൻ്റെ എഡിബിൾ കമ്പോണൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഡയറ്ററി ഫൈബേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അവരുടെ ഒരു കെമിക്കൽ നേച്ചർ നോക്കുകയാണെങ്കിൽ അവരെന്തായിരിക്കും, പോളിസാക്കറൈഡ്സ് ആയിരിക്കും. ഓക്കെ, പോളിസാക്കറൈഡ്സ് ആയിരിക്കും, ബട്ട് ഇവിടെ എന്താണ് പ്ലാന്റിൻ്റെ എഡിബിൾ കമ്പോണൻ്റ് ആണ്. ബട്ട് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ കാൺ ബി ഡൈജസ്റ്റഡ് ബൈ ഹ്യൂമൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സാധാരണ നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്താ ചെയ്യുക, നമ്മളുടെ ബോഡിയിൽ ഡൈജസ്റ്റ് ചെയ്യും അല്ലേ, അതിനെ സിംപ്ലസ്റ്റ് ആക്കി മാറ്റി കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യും. പക്ഷേ ഈ ഡയറ്ററി ഫൈബേഴ്സിനെ നോർമലി നമ്മളുടെ ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഡയറ്ററി ഫൈബേഴ്സ് അല്ലെങ്കിൽ സിംപ്ലി ഫൈബേഴ്സിനെ നമ്മളുടെ ഹ്യൂമൻ ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദേ ആർ പ്രസൻറ്റ് ദ എഡിബിൾ കമ്പോണൻറ്റ്. എഡിബിൾ കമ്പോണൻസിലാണ് മെയിനായിട്ടും ഇരിക്കുക. മെയിനായിട്ടും സ്കിന്നിലൊക്കെയാണ് കൂടുതലും ഡയറ്ററി ഫൈബേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പം എഡിബിൾ സ്കിൻസ് ഓഫ് ഫ്രൂട്ട്സ്, അതുപോലെ വെജിറ്റബിൾസ്, ഇതിലെല്ലാം എന്താണ് ഹൈ എമൗണ്ട് ഓഫ് ഫൈബേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫൈബർ കണ്ടന്റ് എന്താണ് കൂടുതലാണ് സ്കിൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലൊക്കെ. ഓക്കെ അല്ലേ? ആൻഡ് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് നോക്കുകയാണെങ്കിൽ സെലുലോസ്, നമ്മൾ പോളിസാക്കറൈഡ് ആയിട്ടുള്ള സെലുലോസ്, ഇനുലിൻ, ലിഗ്നിൻ, മാൾട്ടോഡെക്സ്ട്രിൻ, പെക്റ്റിൻ, പോളിഡെക്സ്ട്രോസ്, അതുപോലെ വെജിറ്റബിൾ ഗംസ്, ഇതൊക്കെ എന്തിൻ്റെ അണ്ടറിൽ വരും, ഡയറ്ററി ഫൈബേഴ്സിൻ്റെ അണ്ടറിലും വരും. സെല്ലുലോസ് ഒന്നും നമ്മുടെ ബോഡിയിൽ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഈ സെല്ലുലോസും ഇനുലിനും ലിഗ്നിനും മാൾട്ടോഡെക്സ്ട്രിനും പെക്റ്റിനും പോളിഡെക്സ്ട്രോസും ഒക്കെ എന്താണ് ഡയറ്ററി ഫൈബേഴ്സിൻ്റെ അണ്ടറിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നവരാണ്. ഓക്കെ ആണല്ലോ? സോ ഫൈബേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ദേ ആർ എഡിബിൾ കമ്പോണൻറ്റ് ഓഫ് പ്ലാന്റ് ഫുഡ്, ബട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളുടെ ബോഡിക്ക് അവരെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മെയിനായിട്ടും അവരുടെ സോഴ്സ് മെയിനായിട്ടും വരുന്നത് ഈ സ്കിൻ, ഫ്രൂട്ടിൻ്റെ അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ സ്കിന്നിലൊക്കെയാണ് ഡയറ്ററി ഫൈബേഴ്സ് കൂടുതലും കാണുന്നത്. കുറച്ച് എക്സാമ്പിൾസ് നോക്കി വെച്ചേക്കാം. ആൻഡ് ഈ ഡയറ്ററി ഫൈബേഴ്സ് നമ്മളിപ്പോൾ കാർബോഹൈഡ്രേറ്റ്, ഇപ്പം നമ്മൾ പറയില്ലേ എനർജി കിട്ടാൻ കാർബോഹൈഡ്രേറ്റ് വേണം. സോ ഒരു ന്യൂട്രീഷൻ അല്ലെങ്കിൽ ന്യൂട്രിയൻ്റ് ആയിട്ട് നമ്മൾ എന്തിനെ കൺസിഡർ ചെയ്യത്തില്ല, ഡയറ്ററി ഫൈബറിനെ കൺസിഡർ ചെയ്യില്ല. അവരെന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഇംപ്രൂവ് ഡൈജസ്റ്റീവ് ഫങ്ഷൻ. അവരെന്ത് ചെയ്യും, നമ്മളുടെ ബോഡിയുടെ ഡൈജസ്റ്റീവ് ഫങ്ഷൻ ഇംപ്രൂവ് ചെയ്യും. അതാണ് അവരുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സും വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് കൺസിഡർഡ് ആസ് എ ന്യൂട്രിയൻറ്റ്, ഒരു ന്യൂട്രിയൻറ്റ് പോലെ ഒന്നും കൺസിഡർ ചെയ്യില്ല, ബട്ട് അവരെന്താണ് ഡൈജസ്റ്റീവ് ഫങ്ഷൻസും അതേപോലെ കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സും ആണ് ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഡയറ്ററി ഫൈബേഴ്സ് മെയിനായിട്ടും ഇതിൻ്റെ എക്സാമ്പിൾസ് കുറച്ച് നോക്കി വെച്ചേക്കും കേട്ടോ. ഡയറ്ററി ഫൈബേഴ്സിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കി വെച്ചോളൂ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഫൈബേഴ്സ് മെയിനായിട്ടും എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതൊന്നെന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഡൈജഷൻ ഓഫ് ഫുഡിനെ അവരെന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും, കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതേപോലെ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസിനെ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അവർ ഡൈജഷനിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതേപോലെ അബ്സോർപ്ഷനിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റൂൾ, അതായത് മൂവ്മെൻറ്റ് ഓഫ് വേസ്റ്റ് പ്രോഡക്റ്റ്, സ്റ്റൂളിൻ്റെ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് അതൊന്ന് സോഫ്റ്റനാക്കി ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ നോക്കിയേ, ഡൈജഷനിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതേപോലെ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പിന്നെ വേസ്റ്റ് പ്രോഡക്ട്സിൻ്റെ മൂവ്മെൻറ്റിലും അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയയ്ക്ക് ഒരു സബ്സ്ട്രേറ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ? സോ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ്, പിന്നെന്താണ് മൂവ്മെൻറ്റ് ഓഫ് വേസ്റ്റ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ സ്റ്റൂളിൻ്റെ മൂവ്മെൻറ്റ്,
പിന്നെ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയയ്ക്ക് എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു സബ്സ്ട്രേറ്റ് ആയിട്ടും ആക്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് ഡയറ്ററി ഫൈബേഴ്സ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയറ്ററി ഫൈബേഴ്സ്. ഡയറ്ററി ഫൈബേഴ്സിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ അതിൽ മെയിനായിട്ടും സോലുബിലിറ്റി അനുസരിച്ച്, വാട്ടറിൽ അവരെങ്ങനെ ഡിസോൾവ് ആവും എന്നനുസരിച്ച്, അല്ലെങ്കിൽ ഫെർമെൻറ്റബിലിറ്റി അനുസരിച്ച് ഡയറ്ററി ഫൈബേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സോ ഓൺ ദ ബേസിസ് ഓഫ് ദ വാട്ടർ സോലുബിലിറ്റി ആൻഡ് ഫെർമെൻറ്റബിലിറ്റി ഡയറ്ററി ഫൈബേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്? സോലുബിൾ ഫൈബർ എന്നും ഇൻസോലുബിൾ ഫൈബർ എന്നും. ഓക്കെ ആണല്ലോ. അപ്പം ഡയറ്ററി ഫൈബേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ ദ വാട്ടർ സോലുബിലിറ്റി ആൻഡ് ഫെർമെൻറ്റബിലിറ്റി. ഏതൊക്കെയാണത്? സോലുബിൾ ഫൈബേഴ്സ് എന്നും ഇൻസോലുബിൾ ഫൈബേഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവല്ലേ, സോലുബിൾ ഫൈബേഴ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? വാട്ടറിൽ ഡിസോൾവ് ആവുന്ന അല്ലെങ്കിൽ സോലുബിൾ ആവുന്നവർ. ഇൻസോലുബിൾ എന്ന് പറയുമ്പോൾ അത്ര അങ്ങോട്ട് ഡിസോൾവ് ആവാത്തവർ. ഓക്കെ. സോ രണ്ട് ടൈപ്പ് ഫൈബേഴ്സ് ആണ് വരുന്നത്. ഡയറ്ററി ഫൈബേഴ്സ് രണ്ട് ടൈപ്പാണ് വരുന്നത്, സോലുബിൾ ആൻഡ് ഇൻസോലുബിൾ ഫൈബേഴ്സ്. അപ്പോൾ നമുക്ക് ആദ്യം സോലുബിൾ ഫൈബേഴ്സ് ഒന്ന് നോക്കാം. ഇതിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് അവരുടെ എക്സാമ്പിളും അവരുടെ ഫങ്ഷൻ എന്താണെന്നാണ്. ഓക്കെ, എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോലുബിൾ ഫൈബേഴ്സിൻ്റെ എക്സാമ്പിൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സോലുബിൾ ഫൈബേഴ്സ് എന്താണ്? ആ വേർഡിൽ പറയുന്നത് പോലെ തന്നെ അവരെന്ത് ചെയ്യും? വാട്ടറിൽ ഡിസോൾവ് ആവും. സോ ദീസ് ടൈപ്പ് ഓഫ് ഫൈബേഴ്സ് എന്ത് ചെയ്യും? ദേ ഡിസോൾവ് ഇൻ വാട്ടർ. അവർ വാട്ടറിൽ ഡിസോൾവ് ആയിട്ടൊരു ജെൽ ലൈക്ക് മെറ്റീരിയൽ ഫോം ചെയ്യും. അപ്പോൾ അവർ വാട്ടറിൽ ഡിസോൾവ് ആയി കഴിഞ്ഞിട്ട് എന്തായിരിക്കും? ഒരു ജെല്ല് പോലെ ഫോം ചെയ്യും. സോ ദിസ് ടൈപ്പ് ഓഫ് ഫൈബർ ഡിസോൾവ് ഇൻ വാട്ടർ ടു ഫോം എ ജെൽ ലൈക്ക് മെറ്റീരിയൽ. ഓക്കെ, ഇനി ഇവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റൂളിനെ അവരെന്ത് ചെയ്യും? കുറച്ചും കൂടെ ഹാർഡ് ആക്കാതെ കുറച്ച് സോഫ്റ്റൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോലുബിൾ ഫൈബേഴ്സ് എന്ത് ചെയ്യും? സ്റ്റൂളിനെ കുറച്ച് സോഫ്റ്റൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ഇവരുടെ അടുത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഇൻഡസ്റ്റൈനിൽ ചെന്ന് ഫെർമെൻറ്റേഷൻ അണ്ടർഗോ ചെയ്യും. സോ ദേ ഓൾസോ ഫെർമെൻറ്റ് ഇൻ ദ ഇൻഡസ്റ്റൈൻ. ഇൻഡസ്റ്റൈനിൽ ചെന്നിട്ട് എന്തായും? ഫെർമെൻറ്റ് ചെയ്തിട്ട് കുറച്ച് യൂസ്ഫുൾ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. അവർക്ക് എന്താണ്? ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള കുറച്ച് യൂസ്ഫുൾ പ്രോഡക്ട്സ് ആയിട്ട് ഇവരെന്ത് ചെയ്യും? മാറും. ക്ലിയർ ആണല്ലോ. അപ്പോൾ സോലുബിൾ ഫൈബേഴ്സ് എന്താണ്? വാട്ടറിൽ ഡിസോൾവ് ആവുന്നുണ്ട്, എന്നിട്ട് എന്തായി മാറും? ഒരു ജെൽ ലൈക്ക് മെറ്റീരിയൽ ആയിട്ട് മാറും. ആൻഡ് അവരുടെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദേ സോഫ്റ്റൺ ടൂൾസ്. സ്റ്റൂൾസിനെ അവരെന്ത് ചെയ്യും? സോഫ്റ്റൺ ചെയ്യും. ഓക്കെ, നമ്മൾ ഫീക്കസ് മെറ്റീരിയലിനെ അവരെന്ത് ചെയ്യാണ്? സോഫ്റ്റൺ ചെയ്യും. ക്ലിയർ ആണല്ലോ. ഇനി ഇവരുടെ അടുത്തൊരു റോൾ എന്ന് പറയുന്നത് ദേ ക്യാൻ റെഡ്യൂസ് ഓർ ലോവർ ബ്ലഡ് കൊളസ്ട്രോൾ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലഡ് കൊളസ്ട്രോൾ ലെവലിനെ ലോവർ ചെയ്യാൻ പറ്റും. അതായത് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അല്ലെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് ഡിക്രീസ് ചെയ്യിക്കാൻ പറ്റും, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും. അതൊരു ഫങ്ഷനാണ്. സോ ദേ ക്യാൻ ഹെൽപ്പ് ലോവർ ബ്ലഡ് കൊളസ്ട്രോൾ. അതേപോലെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ദേ സോഫ്റ്റൻ സ്റ്റൂൾസ്. ടൂളിനെ എന്ത് ചെയ്യുന്നു? സോഫ്റ്റൻ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത പറഞ്ഞോന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ സ്ലോ ദ അബ്സോർപ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്. അതായത് പെട്ടെന്ന്, അതായത് നമ്മളെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടാതിരിക്കാൻ അവർ ഹെൽപ്പ് ചെയ്യും. അതായത് അവർ പെട്ടെന്ന് ഈ ഫുഡ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് പെട്ടെന്ന് നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യാതെ പതുക്കെ പതുക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ദേ സ്ലോ ഡൗൺ ദ അബ്സോർപ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റിൻ്റെ അബ്സോർപ്ഷൻ ഇവരെന്ത് ചെയ്യും? സ്ലോ ഡൗൺ ചെയ്യും. അങ്ങനെ സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ എന്താണ്? നമ്മളെ ബ്ലഡിൻ്റെ ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടില്ല. അതായത് മൊത്തം കൂടി ഇങ്ങനെ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? നല്ല ഒരു സ്പൈക്ക് വരും അല്ലേ ബ്ലഡ് ഷുഗർ ലെവലിൽ. ബട്ട് ഇങ്ങനെ സ്ലോലി അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് എന്താ പറ്റുക? ബ്ലഡ് ഷുഗർ ലെവൽ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. അതായത് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ദേ സ്ലോ ഡൗൺ ദ അബ്സോർപ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് എന്നിട്ട് അതുവഴി എന്ത് ചെയ്യുവാണ്? ഹെൽപ്പ് സ്റ്റെബിലൈസ് ദ ബ്ലഡ് ഷുഗർ ലെവൽ. ഷുഗർ ലെവൽ അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ഓഫ് സോലുബിൾ ഫൈബേഴ്സ്. അപ്പോൾ സോലുബിൾ ഫൈബേഴ്സിന്റെ ഫങ്ഷൻസ് നോക്കിക്കേ. സോഫ്റ്റൻ സ്റ്റൂളിനെ സോഫ്റ്റൻ ചെയ്യും. ലോവർ ബ്ലഡ് പ്രഷറിനെ ലോവർ ചെയ്യും. അബ്സോർപ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് സ്ലോ ഡൗൺ ചെയ്യിക്കും. അങ്ങനെ ബ്ലഡ് ഷുഗർ ലെവൽ അവരെന്താണ്? മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റെബിലൈസ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് മെയിൻ ഫങ്ഷൻസ് അല്ലെങ്കിൽ അവരുടെ ബെനഫിറ്റ്സ് എന്ന് പറയുന്നത്, സോലുബിൾ ഫൈബേഴ്സിൻ്റെ ബെനഫിറ്റ്സ്. ഇനി ഫുഡ് സോഴ്സസ് ആണ് നമ്മൾ നോക്കുന്നത്. സോലുബിൾ ഫൈബേഴ്സിൻ്റെ ഫുഡ് സോഴ്സസ് എന്ന് പറയുന്നത് ഓട്ട് മീൽ ഉണ്ട്, അതേപോലെ ഓട്ട് ബ്രാൻ വരുന്നുണ്ട്, നട്ട്സ്, സീഡ്സ്, ലെഗ്യൂംസ്, സ്വീറ്റ് പൊട്ടറ്റോ, ആപ്പിൾ, പിയർ,
പ്ലം, പ്രൂൺസ്, ബെറീസ്, ഇതിൻ്റെയൊക്കെ അവരുടെയൊക്കെ സ്കിന്നില്ലേ, സ്കിന്നൊക്കെ എന്താണ് മെയിനായിട്ടും ഈ സോൾബിൾ ഫൈബറിൻ്റെ ഒരു കലവറയാണ് നമുക്ക് പറയാം. സോ ഗുഡ് സോഴ്സസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഓട്ട് മീൽ ഉണ്ട്, ഓട്ട് ബ്രാൻ ഉണ്ട്, നട്ട്സും സീഡ്സും, ലെഗ്യൂംസും, സ്വീറ്റ് പൊട്ടറ്റോ, ആപ്പിൾ, പിയർ, പ്ലം, പ്രൂൺസ് ആൻഡ് ബെറീസ്, ഇതൊക്കെയാണ് നല്ല, അതായത് ഗുഡ് സോഴ്സസ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് എക്സാമ്പിൾസ് ഓഫ് സോലബിൾ ഫൈബേഴ്സ്. സോലബിൾ ഫൈബേഴ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനുലിൻ, മ്യൂസിലേജ്, പെക്റ്റിൻ, ഗം, പോളിഡെക്സ്ട്രോസ്, പോളിഓൾസ്, സൈലം, റെസിസ്റ്റൻസ് സ്റ്റാർച്ച്, വീറ്റ് ഡെക്സ്ട്രിൻ, ഇതൊക്കെ എന്താണ് സോലബിൾ ഫൈബേഴ്സിൻ്റെ എക്സാമ്പിൾ ആണ്. ഇതിൽ കുറച്ചൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, അവരുടെ കുറച്ച് കാര്യങ്ങൾ. അപ്പം ഏതൊക്കെയാണ് സോലബിൾ ഫൈബേഴ്സിൽ വരുന്നത്? ഇനുലിൻ വരുന്നുണ്ട്, മ്യൂസിലേജ് ഉണ്ട്, പെക്റ്റിൻ, ഗംസ്, പോളിഡെക്സ്ട്രോസ്, പോളിയോൾസ്, സൈലിയം, റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ആൻഡ് വീറ്റ് ഡെക്സ്ട്രിൻ. ഇത് ഇത്രയാണ് സോലബിൾ ഫൈബേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന എക്സാമ്പിൾസ്. അതിൽ ഈ ആദ്യത്തെ ഇത്രയും ഓർത്ത് വെച്ചേക്കും കേട്ടോ, ആദ്യത്തെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കാം. അതേപോലെ ഈ പെക്റ്റിൻ്റെ ചില കമ്പോണൻറ്റ് ഇൻസോലബിൾ ആണ്, ജനറലി അവർ സോലബിൾ ആണ്, അല്ല ചില കമ്പോണൻറ്റ് എന്താണ് ഇൻസോലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സോലബിൾ ഫൈബേഴ്സിനെ പറ്റി. ഒന്നും കൂടെ ഒന്ന് നോക്കിക്കേ. സോലബിൾ ഫൈബേഴ്സ് എന്ന് പറയുന്നത് വാട്ടറിൽ ഡിസോൾവ് ആവുന്ന ഫൈബേഴ്സ് ആണ് സോലബിൾ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഡിസോൾവ് ആയി കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? ഒരു ജെൽ ലൈക്ക് സബ്സ്റ്റൻസ് ആയിട്ട് മാറും. ഇനി സോലബിൾ ഫൈബേഴ്സിന്റെ ഫങ്ഷൻസ് ഒന്ന് നോക്കിക്കേ. അവർ സ്റ്റൂള് സോഫ്റ്റൺ ചെയ്യും. പിന്നെന്താണ്, ഇൻഡസ്റ്റൈനിൽ ഫെർമെൻറ്റേഷൻ അണ്ടർഗോ ചെയ്തിട്ട് അവർ യൂസ്ഫുൾ സബ്സ്റ്റൻസ് ഫോമായി മാറും, അല്ലെങ്കിൽ യൂസ്ഫുൾ സബ്സ്റ്റൻസ് ആയിട്ട് മാറും. പിന്നെ ബ്ലഡ് കൊളസ്ട്രോൾ ലെവല് ലോവർ ചെയ്യും. പിന്നെന്താണ്, അബ്സോർപ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് സ്ലോ ആയിട്ട് നടക്കാൻ വേണ്ടി അവർ പ്രൊമോട്ട് ചെയ്യും. അതുവഴി ബ്ലഡ് ഷുഗർ ലെവല് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി എക്സാമ്പിൾസിൽ ഇനുലിൻ, മ്യൂസിലേജ്, ഗം, പെക്റ്റിനൊക്കെ എന്തിന് എക്സാമ്പിളാണ്? സോലബിൾ ഫൈബേഴ്സിന് എക്സാമ്പിളാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് സോലബിൾ ഫൈബേഴ്സ്. ഇനി നമുക്ക് ഇൻസോലബിൾ ഫൈബേഴ്സിനെ പറ്റി നോക്കാം. അപ്പോൾ ഇൻസോലബിൾ ഫൈബേഴ്സ് എന്തായിരിക്കും? അവർ വാട്ടറിൽ ഡിസോൾവ് ആവില്ല, പകരം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വാട്ടറിനെ ഇങ്ങനെ പിടിച്ചു വെക്കും. ദേ അട്രാക്ട്സ് വാട്ടർ ടു ദ ഇൻഡസ്റ്റൈനിലേക്ക് വാട്ടറിനെ അട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിലങ്ങ് ഡിസോൾവ് ആയി പോവില്ല, പകരം അവരെന്ത് ചെയ്യും? വാട്ടറിനെ അങ്ങോട്ട് ഇൻഡസ്റ്റൈനിലോട്ട് അട്രാക്ട് ചെയ്യിച്ച്, അല്ലെങ്കിൽ വാട്ടർ ഇൻഡസ്റ്റൈനിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബൾക്കിംഗ് ഉണ്ടാവും. നമ്മൾ ആ സ്റ്റൂൾ അല്ലെങ്കിൽ നമ്മൾ ഫീക്കൽ മെറ്റീരിയൽസിൽ എന്തുണ്ടാവും? ഒരു ബൾക്കിംഗ് അവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അവരിങ്ങനെ പിടിച്ചു വെക്കുന്നത് വഴി എന്ത് പറ്റും? ഒരു ബൾക്കിംഗ് അവിടെ ഉണ്ടാവും. അതുവഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോഫ്റ്റൺ ചെയ്യാനും പറ്റും. അപ്പോൾ ഫൈബേഴ്സ് മെയിനായിട്ടും സ്റ്റൂളിനെ സോഫ്റ്റൺ ചെയ്യും എന്ന് നമുക്ക് പറയാം. സോലബിളും സോഫ്റ്റൺ ചെയ്യുന്നുണ്ട്, ഇൻസോലബിളും എന്ത് ചെയ്യുന്നുണ്ട്? സോഫ്റ്റൺ ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻസോലബിൾ ഒന്നുകൂടെ ചെയ്യും, എന്താണ്? ബൾക്കിംഗ് ചെയ്യും, സ്റ്റൂൾ ഒന്ന് ബൾക്കാക്കി മാറ്റും. ഓക്കെ, അപ്പോൾ ഇവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദേ പ്രൊമോട്ട് ദ മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽ. അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെ എന്ത് ചെയ്യും? മെറ്റീരിയൽസിൻ്റെ മൂവ്മെൻറ്റിനെ അവരെന്ത് ചെയ്യും? പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ സ്റ്റൂളിൻ്റെ ബൾക്കിങ്ങും ഇംപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യിക്കും. ഓക്കെ ആണല്ലോ? സോ ഇൻസോലബിൾ ഫൈബേഴ്സ് വാട്ടറിൽ ഡിസോൾവ് ആവില്ല, പകരം വാട്ടറിനെ അവർ അട്രാക്ട് ചെയ്ത് ഇൻഡസ്റ്റൈനിലേക്ക് കൊണ്ടുവരും. അതുവഴി എന്ത് ചെയ്യാണ്? സ്റ്റൂളിനെ ഒന്ന് ബൾക്ക് ചെയ്യിക്കുകയാണ്. ഓക്കെ, അതേപോലെ സ്റ്റൂൾ ഒന്ന് സോഫ്റ്റനും ചെയ്യും. ഇനി ഈ ടൈപ്പ് ഓഫ് ഫൈബേഴ്സ് എന്തായും? ദേ പ്രൊമോട്ട് ദ മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽസ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെ മെറ്റീരിയൽസിൻ്റെ മൂവ്മെൻറ്റിനെ അവർ പ്രൊമോട്ട് ചെയ്യും. അതേപോലെ സ്റ്റൂളിൻ്റെ ബൾക്ക്നെസ് അവർ ഇൻക്രീസ് ചെയ്യിക്കും. അപ്പോൾ എന്ത് പറ്റും? ഈസി ആയിട്ട് ബവൽ മൂവ്മെൻറ്റ് നടക്കും. സോ ബവൽ മൂവ്മെൻറ്റ് ഈസി ആയിട്ട് നടത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ഈ ഇൻസോലബിൾ ഫൈബേഴ്സ് ആണ്. സോ ബവൽ മൂവ്മെൻറ്റ് ഈസി ആയിട്ട് നടത്തുന്നത്, സ്മൂത്ത് ആയിട്ട് നടത്തുന്നത് ഈ ഇൻസോലബിൾ ഫൈബേഴ്സ് ആണ്. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ പോലത്തുള്ള കണ്ടീഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കും. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യണം? ഈ നിറച്ച് ഫൈബേഴ്സ് കഴിക്കണം. ഓക്കെ, അപ്പോൾ ഫൈബേഴ്സ് കഴിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ദി സോഫ്റ്റൻ ദ സ്റ്റൂൾ സോഫ്റ്റൻ ചെയ്യുകയും ചെയ്യും, മൂവ്മെന്റ് ഓഫ് ദ സ്റ്റൂള് നല്ല സ്മൂത്ത് ആയിട്ട് പോവുകയും ചെയ്യും. സോ ബവൽ മൂവ്മെന്റിനെ ഇൻക്രീസ് ചെയ്യിക്കാൻ ആര് ഹെൽപ്പ് ചെയ്യും? ഇൻസോലബിൾ ഫൈബേഴ്സ് ഹെൽപ്പ് ചെയ്യും. സോ ദിസ് ടൈപ്പ് ഓഫ് ഫൈബർ പ്രൊമോട്ട് ദ മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽ ത്രൂ ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് ഇൻക്രീസസ് സ്റ്റൂൾ ബൾക്ക്. അപ്പോൾ എന്താ പറ്റുക? കോൺസ്റ്റിപ്പേഷൻ അതേപോലെ ഇറഗുലർ സ്റ്റൂൾസ് ഉള്ളവർക്ക് അത്
ഇംപ്രൂവ് ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യും. അതായത് കോൺസ്റ്റിപ്പേഷൻ മാറ്റിയിട്ട് സോഫ്റ്റൻ ആയിട്ട് അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് ബവൽ മൂവ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, ഇനി ഗുഡ് സോഴ്സസ് ഓഫ് ഇൻസോളബിൾ ഫൈബേഴ്സ് എന്ന് പറയുന്നത് മെയിനായിട്ടും വോൾ ഗ്രെയിൻ പ്രോഡക്റ്റ്സ് എല്ലാം ഗുഡ് സോഴ്സസ് ആണ്. ഗ്രീൻ ബീൻസ്, പൊട്ടറ്റോ സ്കിൻസ്, അതേപോലെ ക്യാരറ്റ്, കുക്കുംബേഴ്സ്, സ്ക്വാഷ്, സെലറി, ടൊമാറ്റോ, നട്ട്സ്, അതേപോലെ സീഡ്സും എന്താണ് ഇൻസോളബിൾ ഫൈബേഴ്സിൻ്റെ സോഴ്സാണ്. അപ്പോൾ ഈ കുക്കുംബറിൻ്റെയൊക്കെ സ്കിന്നില്ലേ, ആ ഗ്രീൻ കളർ സ്കിൻ, അതൊക്കെയാണ് മെയിനായിട്ടും ഫൈബറിൻ്റെ ഇൻസോളബിൾ ഫൈബറിൻ്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇൻസോളബിൾ ഫൈബേഴ്സിൻ്റെ സോഴ്സ് ഇതൊക്കെയാണ്. വോൾ ഗ്രെയിൻ പ്രോഡക്ട്സ് വരുന്നുണ്ട്, ഗ്രീൻ ബീൻസ് വരുന്നുണ്ട്, പൊട്ടറ്റോ സ്കിൻ, ക്യാരറ്റ്, കുക്കുംബർ, സ്ക്വാഷ്, സെലറി, ടൊമാറ്റോസ്, നട്ട്സ് ആൻഡ് സീഡ്സ്. ഇനി ഇൻസോളബിൾ ഫൈബേഴ്സിൽ വരുന്നതാണ് ഇത് സെല്ലുലോസ്. സെല്ലുലോസും ഹെമി സെല്ലുലോസും ലിഗ്നിനും ഇത് ഇത്രയും എന്താണ് ഇൻസോളബിൾ ഫൈബേഴ്സ് ആണ്. ഓക്കെ, അപ്പം ഇൻസോളബിൾ ഫൈബേഴ്സിന് എക്സാമ്പിൾ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് ആൻഡ് ലിഗ്നിൻ.